ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലാ മാസത്തിലും നമ്മൾ നടത്താൻ ശ്രമിക്കാറുണ്ട്. ചില മാസങ്ങളിൽ ഗസ്റ്റിന് ബിസി കാരണം സാധിക്കാറില്ല. അപ്പോൾ നമ്മളുടെ 4ാമത്തെ ടേണിംഗ് പോയിന്റ് പ്രോഗ്രാമിൽ നമുക്ക് ഇന്നൊരു വിശിഷ്ട അതിഥിയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, ജയിലിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അങ്ങനെ നമുക്ക് സെൻട്രൽ പ്രിസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അതിൽ ഉണ്ടായിരുന്ന സൂപ്പറിൻറ്റൻഡന്റ്, സെൻട്രൽ പ്രിസന്റെ ഹെഡ് ആയിട്ടുള്ള സൂപ്പറിൻറ്റൻഡന്റ്, അദ്ദേഹം കഴിഞ്ഞ 31-ാം തീയതി റിട്ടയർ ചെയ്തു. അനിൽകുമാർ സാറാണ് നമ്മളോടൊപ്പം ഈ മാസത്തെ ടേണിംഗ് പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അനിൽകുമാർ സാറിനെ പറ്റി പറയാനാണെങ്കിൽ പല പത്രവാർത്തകളിലും TV ന്യൂസിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച്. സാധാരണ ജയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നിയമം തെറ്റിച്ച് നടക്കുന്ന ആളുകളെ പാർപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ സാധാരണ പ്രതികളായിട്ടുള്ള ആളുകളായിരിക്കും വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അനിൽകുമാർ സാറിന്റെ പ്രത്യേക ശ്രമത്തിനിടയിൽ ഒരു ജയില് എങ്ങനെയാണ് സാധാരണ പല കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് സമൂഹത്തിന് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ജയില് മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് അദ്ദേഹത്തിന്റെ കീഴിൽ ഇൻമേറ്റ് സ്കിൽസ് ട്രെയിനിങ് പ്രോഗ്രാം ജയിലിലുള്ള അന്തേവാസികൾക്ക് വേണ്ടി നടത്തിയിരുന്നു. മൊത്തം 1120 പേരായിരുന്നു സെൻട്രൽ പ്രിസൺ, അദ്ദേഹം ഇൻചാർജ് ആയിരുന്ന സെൻട്രൽ പ്രിസണിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 2024-25 കാലഘട്ടങ്ങളിൽ 50 ടൺ പച്ചക്കറികളാണ് വിളവെടുപ്പ് നടത്തിയത്. അതുപോലെ തന്നെ 2200 ലിറ്റർ പാല് എല്ലാ മാസവും ആ സംവിധാനത്തിൽ നിന്ന്, അറിയാലോ ജയിലിലുള്ള ആൾക്കാർക്ക് ചായയും കാപ്പിയൊക്കെ കൊടുക്കേണ്ടി വരും, ഏകദേശം 60% പാല് അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ജയില് മുന്നോട്ട് പ്രവർത്തിക്കാൻ 12 ലക്ഷം രൂപയാണ് ഒരു മാസം ചെലവ് വരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് അത് 6 ലക്ഷമായിട്ട് വെട്ടിച്ചുരുക്കാൻ കഴിഞ്ഞു. അതായത് ആ ജയിലിൽ ഉണ്ടായിരുന്ന ആളുകളെ കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട്, ഗുണകരമായിട്ട് പ്രവർത്തിപ്പിച്ച് ജയിലിന്റെ ചെലവുകൾ വളരെയധികം കുറയ്ക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഓണ സീസണിൽ സാധാരണ പൂക്കൾ നിങ്ങൾക്കറിയാലോ, ഓണം വരുമ്പോ പൂക്കൾ ഇടാറുണ്ടെന്ന് അറിയാലോ. ആ പൂക്കള് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, പൂക്കള് അവിടെ തന്നെ വിളവെടുത്തുകൊണ്ട് 18,000 രൂപ ഗവൺമെന്റിലേക്ക് ലാഭവിഹിതം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ശ്രീ അനിൽകുമാർ സാറിന്റെ കീഴിൽ നടന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് കേൾക്കാം. കുറെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഷെയർ ചെയ്യാനുണ്ട്. നമുക്കൊരു 40 മിനിറ്റ് അദ്ദേഹത്തെ സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ശ്രീ അനിൽകുമാർ സാർ, അദ്ദേഹം അങ്ങനെ ഹാർദമായിട്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് അതെ അനുഭവങ്ങൾ കൊടുക്കാം. ഓക്കെ, പുള്ളി പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ 31-ാം തീയതി 5 ദിവസങ്ങൾക്ക് മുൻപ് റിട്ടയർ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് എന്ന നിലയിലാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ പുള്ളിങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബിന്റെ ഒരു വെബിനാറിൽ പങ്കെടുക്കണമെന്ന് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അന്ന് ഒഫീഷ്യൽ സമയത്ത്, തിരക്കുകൾ സമയത്ത് പറ്റുമായിരുന്നില്ല. ഇപ്പോൾ ഫ്രീ ആണ്, ഇപ്പോൾ സമയമുണ്ട്. അപ്പോൾ അത് നമുക്ക് ടൈം സ്പെയർ ചെയ്യാമെന്ന് വിചാരിക്കും.